നമസ്കാരം. വയനാട് മുണ്ടക്കൈ മണ്ണിടിച്ചിൽ കാണാതായ ആളുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിന് വേണ്ടി സ്നിഫർ ഡോഗുകൾ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിന് സജ്ജമാക്കിയിരിക്കുകയാണ്. താൽക്കാലിക പാലം വഴി ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഇനി വെറും 30 വീടുകൾ മാത്രമേ മുണ്ടക്കൈയിൽ അവശേഷിക്കുന്നുള്ളൂ എന്നുള്ള ദയനീയ വാർത്തയും നമുക്ക് ഏറെ വിഷമകരമാണ്. രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കുമ്പോഴും രാഷ്ട്രീയം പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പാർട്ടികളോട് ശരിക്കും ഒന്നും പറയാനില്ല. മാത്രമല്ല, മരിച്ച മൃതദേഹങ്ങളോടുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരിനെ വലിയ തോതിൽ വിമർശിച്ചുകൊണ്ട് പലരും രംഗത്തെത്തിയിട്ടുണ്ട്. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട എന്ന് പറയുന്നവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ഭാവിയിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് മരണകാരണം തെളിയിക്കാനും അതിൽ നിന്നും ലഭിക്കേണ്ട ധനസഹായവും മറ്റും കിട്ടുന്നതിന് വേണ്ടിയാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ ആവശ്യം. നിയമപരമായി അത്യാവശ്യമായ ഒരു കാര്യം കൂടിയാണ് ഈ പോസ്റ്റ്മോർട്ടം. അല്ലാത്ത പക്ഷം ഇൻഷുറൻസ് പോലെ പലതും അവരുടെ ഉറ്റവർക്ക് ലഭിക്കാതെ പോകും. കുത്തക ബഹുരാഷ്ട്ര ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്ക് വൈകാരിക സമീപനമൊന്നും ഉണ്ടായിരിക്കുകയില്ല. അവർ തങ്ങളുടെ കയ്യിലെ പണം കയ്യിൽ നിന്നും പോകാതിരിക്കുന്നതിന് വേണ്ടി മുടന്ത ന്യായങ്ങൾ ചിലപ്പോൾ നിർത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എടുത്ത് കാണിക്കുവാൻ ഈ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായി വരുമെന്നുള്ളതാണ് ഒരു വസ്തുത. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഇനി മറ്റൊരു കാര്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ പറ്റിയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യുന്നവരെ പലരും പിന്തിരിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. സംഭാവനകളൊന്നും സഹായിക്കാൻ കഴിയില്ലെങ്കിൽ മുന്നോട്ട് വരുന്നവരെ പിന്തിരിപ്പിക്കാതിരിക്കുകയെങ്കിലും ചെയ്തുകൂടെ? CMRDF ഫണ്ടിനെ കുറിച്ച് വ്യക്തമായി അറിയില്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പോലെ കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഡിറ്റിന് വിധേയമായ ഔദ്യോഗിക സംവിധാനമാണ് CMDRF. ബാങ്ക് ത്രൂ ആണ് ഇതിലെ എല്ലാ വിനിമയവും നടക്കുന്നത്. ഇൻകം ടാക്സ് എക്സെപ്ഷനും ഇതിൽ ഉള്ളതാണ്. ഫിനാൻസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലാണ് അക്കൗണ്ടും ഉള്ളത്. അദ്ദേഹത്തിന് പോലും സ്വയം തീരുമാനമെടുത്ത് വിനിമയം നടത്താൻ പറ്റുന്ന ഒന്നല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട്. വിവരാവകാശ നിയമപ്രകാരം ഇതിന്റെ ഡീറ്റെയിൽസ് എപ്പോൾ വേണമെങ്കിലും ആർക്കും ചോദിച്ചറിയാവുന്ന ഒന്നുകൂടിയാണ്. ഈ ഫണ്ടിലേക്ക് വരുന്നതും ചെലവഴിക്കുന്നതുമായ ഓരോ രൂപയുടെയും കണക്ക് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടാൻ കഴിയുന്നതും വെബ്സൈറ്റ് മുഖേന പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാക്കിയിട്ടുള്ളതുമാണ്. ഈ ഫണ്ടിലേക്ക് പൊതുജനങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന ഒരു രൂപ പോലും വകമാറ്റി ചെലവഴിക്കാനാവില്ല എന്ന വിവരം ആദ്യം തലയ്ക്കകത്തേക്ക് നമ്മൾ കയറ്റുക എന്നുള്ളതാണ്. ദുരന്തമുഖത്ത് മറ്റൊരു ദുരന്തമായി നമ്മൾ ആരും മാറരുത് എന്നുള്ളതും മനസ്സിലാക്കണം. ഇതൊരു അപേക്ഷയായി കണക്കാക്കുക. ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും പ്രവർത്തകരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു കാര്യം കൂടി. ജനങ്ങളിൽ തെറ്റിദ്ധാരണയും പേടിയും പരത്തുന്ന മാധ്യമ പ്രവർത്തകരെ യാതൊരു കാരണവശാലും ആ ഭാഗത്ത് അടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. മനുഷ്യന്റെ വേദനയെ വിറ്റ് ഊറ്റി ജീവിക്കുന്ന ചില മാപ്പറകളെ നമ്മൾ അകറ്റി തന്നെ നിർത്തണം. ചില മാപ്പറകളെ. അതുപോലെ തന്നെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആൾക്കാരെ ഹോസ്പിറ്റലിലോ ഭവനങ്ങളിലോ പോയി കാണുവാൻ മാധ്യമ പ്രവർത്തകർക്ക് അനുവാദം നൽകരുത്. ശരിക്കും ഏറ്റവും വലിയ ദുരന്തങ്ങൾ മാപ്പറകളായി മാറുകയാണ് ഈ ദുരന്തമുഖത്ത്. അവിടുത്തെ ജനങ്ങൾ തന്നെ ഈ മാപ്പറകളെ കൈകാര്യം ചെയ്ത് വിടേണ്ടതുമാണ്.